പ്ലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചെറുപയർ വെച്ചിട്ട് ഒരു അടിപൊളി ടേസ്റ്റിലൊരു പായസം തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവുന്ന ഒരു പായസമാണ്. ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു പായസമാണ്. നല്ല ടേസ്റ്റുമാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 50 ഗ്രാം ചെറുപയർ നന്നായിട്ട് കുതിർത്തി വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം വെന്ത് വരണം. നല്ലോണം വേവിച്ചെടുക്കുക. പിന്നെ 50 ഗ്രാം തന്നെ ചവ്വരി, ഇതും ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ കുതിർന്ന് വന്നോളും. പിന്നെ വേണ്ടത് അവലാണ്. ഈ അവൽ കുതിർത്തിയിട്ടില്ല, നമുക്ക് ഒരിത്തിരി വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് കുതിർത്തിയെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഒരു 100 ഗ്രാം ശർക്കര ഉരുക്കി അതിൻ്റെ പാനി എടുത്ത് വെച്ചിരിക്കുന്നത്, ശർക്കര പാനി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 750 ml പാല്. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഏലക്കായ, ജീരകം, ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഇത്രയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകവും 4 ഏലക്കായ ഉണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്ക്, പിന്നെ കുറച്ച് കാഷ്യൂ, നെയ്യ്. ഇത്രയുമാണ് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം. അത് ഈ അവലൊന്ന് കഴുകി അല്പം വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താനിടാം. ഒരു 2-3 മിനിറ്റ് മതിയാവും അവൽ കുതിർന്ന് വരാനായിട്ട്. വെള്ളം ഒന്നും ഊറ്റി കളഞ്ഞേക്കാം. ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരല്പം വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ച് വെച്ചേക്കാം. ചവ്വരിയാണ് ഇതിൽ വേവിച്ചെടുക്കാനുള്ളത്. ചെറുപയറൊക്കെ വേവിച്ച് വച്ചേക്കണതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേവിക്കാനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചവ്വരി വേവിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ കാഷ്യൂ ഒന്ന് നെയ്യിൽ വറുത്ത് എടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും നെയ്യ് ആകെ മതിയാകും. ഇനി പിന്നീട് നമ്മൾ നെയ്യൊന്നും ഒഴിക്കണില്ല. അത് കണക്കാക്കിയിട്ട് അല്പം നെയ്യൊന്ന് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല. കാഷ്യൂ ഇട്ട് കൊടുത്ത് ഒന്ന് ബ്രൗൺ നിറത്തിലായി കഴിയുമ്പോൾ കോരിയെടുക്കാം. കാഷ്യൂ ബ്രൗൺ നിറത്തിലായിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ചവ്വരി വേവിക്കാനിടാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ചവ്വരി വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഇതിലേക്ക് ഒരല്പം പാല് ഒഴിച്ചു കൊടുക്കാം. 750 ml പാലാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു കുറച്ച് പാൽ ഒഴിച്ച് നമുക്ക് ചവ്വരി വേവിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചവ്വരി പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. നല്ലോണം കുതിർന്നിരിക്കുന്ന ചവ്വരിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് ഒരു 3-4 മിനിറ്റ് കഷ്ടി മതിയാകും. ചവ്വരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ വേവും. ഇപ്പോൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതേ കണ്ടോ, നല്ലതുപോലെ വെന്ത് ഇത് പാലൊക്കെ ഒഴിച്ചതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റുള്ളവർക്ക് എല്ലാം ചേർക്കാം. ചെറുപയറും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല കട്ടിയായി വരാൻ പാകത്തിന് അധികം വെള്ളമൊന്നും ഒഴിക്കാതെ വേണം. ഒരു 100 ഗ്രാം ശർക്കര ഉരുക്കിയെടുക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കരയും ചെറുപയറും അവലും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് ഈ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ മധുരം ഇതൊരു മീഡിയം മധുരത്തിലുള്ള ഒരു പായസമാണ് കേട്ടോ. കൂടുതലും മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ശർക്കരയും കൂടെ കൂട്ടി ഒഴിച്ച് ഉരുക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, ഒത്തിരി മധുരം വേണ്ട ഇല്ലാത്ത രീതിയിലുള്ളൊരു പായസമാണിത്. പാലൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കി എടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ലതുപോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ട്, ഇപ്പം ഇതുപോലെ ഇങ്ങനെ ഇത്തിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത്, ചെറുതായിട്ടൊന്ന് കുറുകി വരണം. നമ്മുടെ പായസം ഇവിടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് തിളക്കട്ടെ, ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഈ സമയത്ത് ഒരു കുറച്ച് നെയ്യും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. ജീരകവും ചുക്കും അങ്ങനെയാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്, ഇതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കുറുകി പോകരുത്. ഇത് ഒരുപാട് തണുത്തിട്ട് കഴിക്കരുത്. ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഷ്ടി ആയിട്ടുണ്ടാവുള്ളൂ സമയം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുക്കും ഒക്കെയുള്ള നല്ലൊരു പായസമാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഈ പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.